എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ചമ്മന്തി ഇന്ന് തയ്യാറാക്കുന്നത് എൻ്റെ അപ്പച്ചിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി, ഒന്നോ രണ്ടോ ഓരോ അത് ഇഷ്ടം അനുസരിച്ച്. മറ്റേത് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം. പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിന ഇല ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി വേണ്ട, ചുവന്നുള്ളി, ഇഞ്ചി. പിന്നെ പൊട്ടുകടല, അത് നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അളവനുസരിച്ച് ചേർക്കണം. കുറച്ച് വേണ്ടുന്നവർക്ക് അതിൻ്റെ ഒരു അടപ്പ് മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് അരയ്ക്കണം. അത് നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ചോ എങ്ങനെയായാലും അത് നന്നായിട്ട് അരഞ്ഞിടണം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കണം. അരഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ട് ആ പരുവത്തിന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് അത് കഴുകി ഒഴിക്കാം. കട്ടിയായിട്ട് ഇഷ്ടമുള്ളവർക്ക് കട്ടിയായിട്ട് എടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കേണ്ടവർക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ചട്നി റെഡി. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അത് ഒന്ന് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിക്കാം. വെള്ളം വേണ്ടാത്തവർ അതുപോലെ കട്ടിയായിട്ട് തന്നെ എടുത്താലും നന്നായിരിക്കും. അതുപോലെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അത് ഒട്ടും തിളച്ച് പോകാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ച് ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചട്നിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്